നമ്മളെ മക്കൾ സുബ്ഹാനല്ലാഹ് SLC ആകുമ്പോഴേക്ക് ഉമ്മാക്കും ബാപ്പാക്കും A+ന്റെ ബേജാറാണ്. ഉസ്താദുമാരോട് പറയുന്നു, ഉസ്താദേ ട്യൂഷന് ചേർത്തിട്ടുണ്ട്, SLC ആണ്, 10 A+ വാങ്ങുന്ന മകനാവണം എൻ്റെ മകനെ. അതുകൊണ്ട് ട്യൂഷൻ ഉണ്ടായതുകൊണ്ട് ഒന്നുകിൽ അവൻ വരാതിരിക്കും, വരൽ നിങ്ങൾക്ക് നിർബന്ധാണെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ വിട്ടോളണം. ആർക്കാ നിർബന്ധം? ഉസ്താദ്മാർക്ക് നിർബന്ധാണെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞാൽ വിടണം. 5 മിനിറ്റ് വൈകിയാൽ പിന്നെ വിടാൻ പറ്റൂല. 10 A+ന് വേണ്ടി ട്യൂഷനും കൊടുക്കുകയാണ്. സ്കൂളിന്റെ ടൈം തന്നെ നമുക്ക് പോരാ, നമുക്ക് കിട്ടണില്ല, അതും പോരാ, ട്യൂഷനും കൊടുത്ത് മദ്രസയുടെ സമയവും ഒരു വിലയും കൽപ്പിക്കാതെ മക്കൾക്ക് നമ്മൾ 10 A+ വാങ്ങിക്കൊടുത്താൽ 10 A+നോട് ഞാൻ എതിരല്ല. നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു 2 രംഗത്തും നല്ല വിജയം കൊടുക്കട്ടെ. അതേ സമയം ഞാൻ എൻ്റെ മാതാപിതാക്കളോട് എന്നോട് തന്നെ ചോദിക്കട്ടെ, അങ്ങനെ നമ്മുടെ മക്കൾ 10 A+ സ്കൂളിൽ വാങ്ങിയാൽ 6 A+ +2 നേടിയാൽ, അങ്ങനെ വളർന്ന് അവൻ MBBS നേടിയാൽ, അവൻ ചാറ്റേഡ് അക്കൗണ്ടന്റ് ആയാൽ, അവൻ LLM കഴിഞ്ഞ് വലിയ അഡ്വക്കേറ്റ് ജനറൽ ആയാൽ, ചോദിക്കട്ടെ, അഭിമാനം കൊള്ളുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ ആ അഡ്വക്കേറ്റിനെ മുന്നിൽ വെച്ച് ഈ MBBSകാരനെ മുന്നിലിരുത്തി, ഈ A+ വാരിക്കൂട്ടിയ മക്കളെ മുന്നിലിരുത്തി നിങ്ങൾ സൂറത്ത് യാസീൻ ഓതാൻ പറയൂ, തബാറക പാരായണം ചെയ്യാൻ പറയൂ, അർ-റഹ്മാൻ ഓതാൻ പറയൂ, സൂറത്തുൽ വാഖിയ ഓതാൻ പറയൂ, കാണാതെ അറിയില്ലെങ്കിൽ മുസ്ഹഫ് കൊടുത്തു ഓതാൻ പറയൂ. തജ്വീദിന്റെ നിയമം അനുസരിച്ച് യാസീൻ ഓതാൻ കഴിയാത്ത MBBSകാരനാണോ? തജ്വീദിന്റെ നിയമം അനുസരിച്ച് യാസീൻ ഓതാൻ കഴിയാത്ത എഞ്ചിനീയറാണോ? ലക്ഷങ്ങൾ കൊടുത്തു പഠിപ്പിച്ച ബാപ്പ മരിച്ച് ഖബറിൽ കിടക്കുമ്പോ ശരിയായ യാസീൻ ഓതാൻ മക്കളെ വളർത്താതെ മരിച്ചു പോയാൽ ബാപ്പാക്ക് ഖബറിലേക്ക് എഞ്ചിനീയറുടെ യാസീൻ ലഭിക്കുമോ? LLMകാരന്റെ യാസീൻ ലഭിക്കുമോ? MCOMകാരന്റെ യാസീൻ ലഭിക്കുമോ? 10 A+ ആണ്. 10 A+ കിട്ടിയ കുട്ടികളുടെ ഗുണം എന്താ? നമ്മളെ പൊട്ടിക്കലിലെ അങ്ങാടിയിലെ ഏതെല്ലാം സംഘടനകളുണ്ടോ അവരോടൊക്കെ മെമന്റ് നമ്മളെ വീട്ടിലെത്തും. എല്ലാ അംഗീകാരം കിട്ടും, വലിയ ആശീർവാദവും അഭിനന്ദന പ്രവാഹങ്ങളായിരിക്കും ഓരോ സംഘടനയുടെ കീഴിലും. നമ്മളെ മക്കള് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ നിറഞ്ഞു നിൽക്കും ഒരാഴ്ച, അല്ലെങ്കിൽ കുറച്ചുകൂടി ദിവസം. എന്നാൽ കൃത്യമായി യാസീൻ ഓതാൻ കഴിയാത്ത A+കാരനാണെങ്കിൽ ആ മെമന്റ് ഒക്കെ കുഴിച്ചിടാ നല്ലത്. ഒരു കാര്യവും നമുക്കില്ല. ദുന്യാവല്ലല്ലോ, അതിനു വേണ്ടിയല്ലല്ലോ നമ്മൾ ജീവിക്കേണ്ടത്. അതേ സമയം ആവശ്യമായ ദുന്യാവ് നമ്മളെ കയ്യിൽ വേണം, ആവശ്യമായ ഭൗതിക വിദ്യാഭ്യാസം നമ്മളെ കയ്യിൽ വേണം. അതിന്റെ പേരിൽ മതവിദ്യാഭ്യാസത്തെ 2ാം നമ്പറായി കാണുന്ന രക്ഷിതാക്കളോടാണ് ഞാൻ പറയുന്നത്, നാം മക്കൾ തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതാൻ കഴിയുന്നവരാണോ? ഇപ്പൊ നമ്മുടെ മദ്രസയിലെ അവസ്ഥ എടുത്തു നോക്കുകയാണ്. കഴിഞ്ഞ വർഷം ഉള്ള കുട്ടികള് വർഷം വരിസംഖ്യ എഴുതുമ്പോൾ കുട്ടികളെ എണ്ണം കുറവാണ്. അപ്പൊ നിങ്ങളറിയും +2 20 ആള് പോയിട്ടാണ്. അല്ല, 10 ഇങ്ങോട്ട് വരാഞ്ഞിട്ടാണ്. 9 കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞു, 10 കഴിഞ്ഞാൽ പിന്നെ പകുതി കുറഞ്ഞു, പിന്നെ +1 കഴിഞ്ഞാൽ പിന്നെ +2ക്ക് തന്നെ ആളില്ലാത്ത അവസ്ഥയാണ്. ഏത് കുട്ടികളില്ലാത്തോണ്ടല്ല, കെട്ടിച്ചു പോയതുകൊണ്ടൊന്നല്ല, മറിച്ച് ഇവർ എന്നും +2 പഠിക്കാൻ സ്കൂളിൽ പോകുന്നുണ്ട്. ആഴ്ചയിൽ ഒരു 2 ദിവസം നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാര് അവർക്ക് വേണ്ടി തയ്യാറായി ദിവസം നിശ്ചയിച്ച് വെച്ചിട്ട് പോലും ആ ഉസ്താദുമാരുടെ മുമ്പിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ദീന് പഠിക്കാൻ ഇരുത്താൻ നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് +2നും +1നും 10ാം ക്ലാസ്സിലേക്കും പറഞ്ഞേക്കാൻ തയ്യാറാകാത്ത ഏതെങ്കിലും മാതാപിതാക്കള് എന്റെ പ്രസംഗം കേൾക്കുന്നവര്
വീട്ടിലുണ്ടോ? അല്ലാഹു അവരോടാണ് ഖുർആനിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളായ മാതാപിതാക്കളെ, മുഅ്മിനീങ്ങളെ, ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവല്ലകും ഫഹദറൂഹും, നിങ്ങളുടെ മക്കള് അവര് ജനിച്ചപ്പോൾ നിങ്ങൾ സന്തോഷം കൊണ്ട് കണ്ണുനീരൊഴിച്ചവരാണ്. അവരുടെ ചെറുപ്പത്തിലുള്ള ചിരിയും കളിയും കണ്ട് നിങ്ങൾ സന്തോഷിച്ചവരാണ്. അവര് ചെറുപ്പത്തിൽ പഠിക്കുന്നതും പാടുന്നതും കേട്ട് നിങ്ങൾ സന്തോഷം കൊണ്ട് പുളകിതരായവരാണ്. അതേ മക്കള് അദുവല്ലക്കും, നിങ്ങളെ കഴുത്തെറുക്കുന്ന മക്കളായി, നിങ്ങളെ അനുസരിക്കാത്ത മക്കളായി, നിങ്ങളെ ചവിട്ടി പുറത്താക്കുന്ന മക്കളായി, നിങ്ങളെ ധിക്കരിക്കുന്ന മക്കളായി, മുഖത്തു നോക്കി കയർത്ത് സംസാരിക്കുന്ന മക്കളായി മാറുന്നത് ശ്രദ്ധിക്കണേ മാതാപിതാക്കളെ. ഇത് ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ.